മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്ന സന്ദേശവുമായി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ഉജ്ജ്വല തുടക്കം. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയിൽ മുങ്ങിയെന്നും വർഗീയതയോട് സന്ധിയിലെന്നും നവകേരള മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. ലാവ്ലിൻ കേസിലെ ഉപഹർജി ഉമ്മൻചാണ്ടിയുടെ പരാജയ ഭീതി മൂലമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അക്കൗണ്ട് തുറക്കുമെന്ന പ്രഖ്യാപനം BJPയുടെ വ്യാമോഹമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. BJPയുടെ കൊലപാതക രാഷ്ട്രീയത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. UDF ഭരണത്തിൽ സമസ്ത മേഖലകളിലും കേരളം തകർന്നടിഞ്ഞെന്നും കേരളത്തിന്റെ പുനർനിർമ്മാണം അനിവാര്യമെന്നും ജാഥ ക്യാപ്റ്റൻ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സുനന്ദ പുഷ്കറിന്റെ മരണം അസ്വാഭാവികം തന്നെയെന്ന് ദില്ലി പോലീസ്. എല്ലാ തെളിവുകളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. ആന്തരിക അവയവ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് എയിംസ് ആശുപത്രി ദില്ലി പോലീസിന് കൈമാറി. വാഷിംഗ്ടണിലെ FBI ലാബ് നൽകിയ പരിശോധനാ ഫലം കൂടി പഠിച്ചതിന് ശേഷമാണ് എയിംസ് ആശുപത്രി ദില്ലി പോലീസിന് അന്തിമ റിപ്പോർട്ട് നൽകിയത്. 11 പേജുള്ള റിപ്പോർട്ടിൽ മരണം സംഭവിച്ചത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടാണെന്ന കാര്യം ശരിവയ്ക്കുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള വിഷമാണ് എന്നത് റിപ്പോർട്ടിൽ പറയുന്നില്ല. വിഷം ഏതാണ് എന്നത് വ്യക്തമാക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി എയിംസ് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. എയിംസിൽ നിന്നും അന്തിമ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ദില്ലി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. സുനന്ദയുടെ ശരീരത്തിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം കണ്ടെത്താൻ വാഷിംഗ്ടൺ FBIയിൽ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതുവരെയുള്ള തെളിവുകൾ പ്രകാരം സുനന്ദയുടെ മരണം അസ്വാഭാവികമാണ് എന്നതിൽ സംശയമില്ലെന്നും ദില്ലി പോലീസ് കമ്മീഷണർ പറഞ്ഞു. मैं जो FBI की रिपोर्ट के बारे में आप बातचीत कर रहे हैं, अब मैं जो आप कह रहे हैं कि डेंजरस केमिकल, इसकी मुझे कोई जानकारी नहीं है. FBI की जो रिपोर्ट हमारे पास आई थी, मैंने आपको उसके बारे में बताया था कि उसमें एक बात रूल आउट हुई थी कि इट कंटेन बिकॉज नन ऑफ द सैंपल्स कंटेंट एनी रेडियो एक्टिव मटीरियल. तो मैं इतना ही कंफर्म कर पाऊँगा कि कोई रेडियो एक्टिव मटीरियल नहीं है, बट सर्टन अदर फाइंडिंग्स वर देयर. वो सारी की सारी फाइंडिंग्स इन पूरी की पूरी रिपोर्ट रादर हमने मेडिकल बोर्ड को दे दी थी. मेडिकल बोर्ड ने उसको बड़ी गंभीरता के साथ में एग्जामिन किया है. एग्जामिन करने के बाद में उन्होंने जो हमें रिपोर्ट दी है, दैट रिपोर्ट एज आई टोल्ड यू इज़ 11 पेजेस रिपोर्ट, और उसके साथ में देयर आर लॉट ऑफ एनेक्शर्स जो तकरीबन 32 पेजेस के एनेक्शर्स हैं, इफ़ आई एम नॉट रॉन्ग. तो इसको अब एग्जामिन करेंगे. एग्जामिन करने के बाद में जो भी कार्रवाई आगे होगी, फर्दर इन्वेस्टिगेशन, उसको हम करके फिर जल्दी से जल्दी फाइनलाइज करने का हमारा अटेम्प्ट होगी. എയിംസിൽ നടത്തിയ പരിശോധനയിലും FBI ലാബിൽ നടത്തിയ പരിശോധനയിലും വിഷമാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുനന്ദയുടെ ശരീരത്തിലേക്ക് വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിലാണ് ദില്ലി പോലീസ്. എയിംസ് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ സുനന്ദയുടെ ഭർത്താവ് ശശി തരൂർ MPയെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. 2014 ജനുവരിയിലാണ് ദില്ലിയിലെ ലീല പാലസ് ഹോട്ടലിൽ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയയ്ക്ക് ഇന്ന് 15 വയസ്സ് തികഞ്ഞു. 2001 ജനുവരി 15-നാണ് വിക്കിപീഡിയയ്ക്ക് തുടക്കമായത്. ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ. വർഷം മുൻപ് ഇംഗ്ലീഷിൽ തുടക്കമായ വിക്കിപീഡിയ ഇന്ന് 291 ഭാഷകളിൽ ലഭ്യമാണ്. 3.5 കോടി ലേഖനങ്ങളിലായി പടർന്നു പന്തലിച്ചിരിക്കുന്നത് അറിവിന്റെ അക്ഷയഖനിയും. അറിവ് തേടിയെത്തുന്നവർക്ക് വിശാലമായ സാധ്യതകളും അതേസമയം വെല്ലുവിളികളുമാണ് വിക്കിപീഡിയ തുറന്നിടുന്നത്. ഇന്റർനെറ്റിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണിത്. 1990കളുടെ അവസാനം ജിമ്മി വെയിൽസും ലാറി സെഞ്ചറും ചേർന്ന് ആരംഭിച്ച ബോമിസ് എന്ന ഓൺലൈൻ സങ്കേതം 2000 മാർച്ചിൽ ന്യൂപീഡിയയായും 2001 വിക്കിപീഡിയയായും മാറുകയായിരുന്നു. ലാറി സെഞ്ചറായിരുന്നു ചീഫ് എഡിറ്റർ. ആർക്കും ലേഖനങ്ങൾ എഴുതാവുന്നതും തിരുത്തലുകൾ വരുത്താവുന്നതുമായ ഈ ഓൺലൈൻ വിജ്ഞാനകോശവുമായി സഹകരിച്ച് ലോകമെമ്പാടുമായി 73,000 എഡിറ്റർമാരും പ്രവർത്തിക്കുന്നു. ഓരോ നിമിഷവും എന്ന കണക്കിലാണ് നിരവധി തിരുത്തലുകളും അപ്ഡേഷനുകളും നടക്കുന്നത്. 2002 ഡിസംബർ 21-ന് മലയാളത്തിലും വിക്കിപീഡിയയ്ക്ക് തുടക്കമായി.
അമേരിക്കയിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി വിനോദ് എം പ്രഭാകരനാണ് മലയാളം വിക്കിപീഡിയയുടെ ശില്പി. ഇന്റർനെറ്റിൽ നമ്മുടെ മാതൃഭാഷയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വിവരസഞ്ചയമായും മലയാളം വിക്കിപീഡിയ മാറിയിട്ടുണ്ട്. ഡിജിറ്റൽ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ഉദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിക്കിപീഡിയ വിവിധ ഭാഷകളിലും അനവധി വിവരങ്ങളിലുമായി പടർന്നു പന്തലിച്ച് ഓൺലൈൻ കൂട്ടായ്മയുടെ ഇതിഹാസം തന്നെ രചിച്ചാണ് 16ലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത്. വെബ് ഡെസ്ക്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവകൃഷി സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് സിക്കിം. സിക്കിമിലെ 75,000 ഹെക്ടർ ഭൂമിയിലാണ് ജൈവകൃഷി നടത്തുന്നത്. ഹിമാലയത്തിന്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറു സംസ്ഥാനമാണ് സിക്കിം. പ്രകൃതിരമണീയമായ ദൃശ്യങ്ങളാൽ സമ്പന്നമാണിവിടം. പ്രത്യേകതകൾ ഒരുപാടുണ്ടെങ്കിലും പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് ഇപ്പോൾ സിക്കിമിനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജൈവകൃഷി സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് സിക്കിം. അടുത്ത ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കർശനമായ നിയന്ത്രണങ്ങളിലൂടെ ഒരു വ്യാഴവട്ടക്കാലം നടത്തിയ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സിക്കിം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2003 സിക്കിം സർക്കാർ സമ്പൂർണ്ണ ജൈവകൃഷി എന്ന ലക്ഷ്യം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഇതിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു. മാറിവന്ന ഭരണ നേതൃത്വമോ രാഷ്ട്രീയമോ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സമായില്ല. സമ്പൂർണ്ണമായി ജൈവകൃഷി നടത്തുക എന്നത് നിസ്സാര ദൗത്യമായിരുന്നില്ല. കർഷകരിൽ നിന്നും പ്രതിഷേധങ്ങളുണ്ടായി, രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. എന്നാൽ ജനങ്ങളുടെ ആരോഗ്യം മാത്രം ലക്ഷ്യമുള്ള ഈ യാത്രയ്ക്ക് അതൊന്നും തടസ്സമായിരുന്നില്ല. സിക്കിമിലെ 75,000 ഹെക്ടർ ഭൂമിയിലാണ് ഇപ്പോൾ ജൈവകൃഷിയിലൂടെ വളർത്തിയെടുത്ത വിളകൾ തഴച്ചു വളരുന്നത്. മാത്രമല്ല, സമ്പൂർണ്ണ ജൈവകൃഷി എന്ന ആശയം ടൂറിസം മേഖലയ്ക്കും ഉണർവ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായി ജൈവ ഉൽപ്പന്നങ്ങളിൽ നിർമ്മിച്ച ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്ന സിക്കിമിലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും തിരക്കേറുകയാണ്. 2012 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ഏറ്റവും നല്ല സംസ്ഥാനത്തിനുള്ള അവാർഡും നേടിയിട്ടുണ്ട് സിക്കിം. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ മാത്രമല്ല, വിഷരഹിതമായ പച്ചക്കറികളും വികസനത്തിന്റെ മറ്റൊരു മുഖമാക്കുകയാണ് സിക്കിമുകാർ. ന്യൂസ് ഡെസ്ക്. പുതുവർഷത്തിൽ വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ് വാഹന നിർമ്മാതാക്കൾ. പുതുമകളും വൈവിധ്യങ്ങളുമാണ് ഇതിനായി അവർ ഒരുക്കുന്നത്. ഡീസൽ വാഹനങ്ങളുടെ നിയന്ത്രണവും മലിനീകരണ പ്രശ്നങ്ങളിൽ കോടതികളുടെ ഇടപെടലും വാഹന വിപണികളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാമെങ്കിലും ഇവ മറികടക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനികൾ. വൈവിധ്യങ്ങളും പുതുമകളും ഉപഭോക്താവിന് നൽകിയാണ് ചെറുതും വലുതുമായ കമ്പനികളുടെ തയ്യാറെടുപ്പുകൾ. 2005 ഇറക്കിയ ഇന്നോവയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഈ വർഷം നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ ഏറെ ശ്രദ്ധേയൻ. പുതിയ പതിപ്പിന് 15 മുതൽ 20 ലക്ഷം വരെയാകും ടൊയോട്ട ഇന്നോവയുടെ വില. പ്രകടനശേഷിയും ഇന്ധനക്ഷമതയും താരതമ്യേന കൂടുതലെന്ന് അവകാശപ്പെടുന്ന ഇന്നോവ അടുത്ത മാസം അവസാനത്തോടെയായിരിക്കും ഇന്ത്യൻ വിപണികളിൽ എത്തുക. SUV രൂപസാദൃശ്യമായി എത്തുന്ന മാരുതിയുടെ ചെറുകാറായ ഇഗ്നിസാണ് മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യം. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലും 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനിലും എത്തുന്ന കാർ സുഖകരമായ യാത്രയാണ് ഓഫർ ചെയ്യുന്നത്. പെട്രോൾ ലിറ്ററിന് 15 കിലോമീറ്റർ ഇന്ധനക്ഷമത അവകാശപ്പെടുന്ന ഇഗ്നിസിന് 4 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് വില. ടാറ്റ പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ മോഡലായ ഹെക്സ ഒക്ടോബറിലാണ് വിപണികളിൽ എത്തുന്നത്. 13 മുതൽ 18 ലക്ഷം വരെയായിരിക്കും ഇതിന്റെ വില. കുറഞ്ഞ വിലയ്ക്ക് 7 സീറ്റുള്ള MPV ആഗ്രഹിക്കുന്നവർക്കായി മാരുതി ഒരുക്കുന്ന ഏറ്റവും പുതിയ മോഡലായ 1 RMPVയും ഈ വർഷം തന്നെ നിരത്തിൽ എത്തും. ഉയർന്ന എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കാനായി 4 മീറ്ററിൽ താഴെയാണ് വാഹനത്തിന്റെ നീളം. മഹീന്ദ്രയുടെ KUV, ടാറ്റയുടെ സിക്ക, റെനോ ഡസ്റ്ററിന്റെ പുതിയ പതിപ്പ്, ഷെവർലെ സ്പിൻ തുടങ്ങി 1 ഡസനിലധികം വാഹനങ്ങളാണ് മത്സരത്തിന്റെ വിപണികളിൽ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്. വിഖ്യാത ഗസൽ ഗായകൻ ഗുലാം അലിയുടെ ഗസൽ സന്ധിയിലാറാടി തലസ്ഥാന നഗരി. ചന്ദനിക്കാരാദ്, ഗുലാം അലി കാ സാത്ത് എന്ന് പേരിട്ടിരുന്ന ഗസൽ സംഗീത ആസ്വാദകർക്ക് വിരുന്നായിരുന്നു.
പുതിയ ചിത്രമായ തെറിയിൽ 3 ഗെറ്റപ്പുകളിൽ എത്തുകയാണ് തമിഴകത്തിന്റെ ഇളയ ദളപതി വിജയ്. രാജാറാണിക്ക് ശേഷം അറ്റ്ലിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതുമകൾക്കും പരീക്ഷണങ്ങൾക്കുമൊപ്പമാണ് ഇളയ ദളപതി ഇപ്പോൾ. വിജയ് ചിത്രങ്ങൾക്കൊപ്പം പുലി കാലിടറിയെങ്കിലും പുതിയ ചിത്രത്തിൽ കുറവുകൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലുമാണ്. വിജയകുമാർ IPS എന്ന പോലീസ് ഓഫീസറുടേതടക്കം 3 വേഷങ്ങളിലാണ് വിജയ് കോളിവുഡിന്റെ പ്രതീക്ഷകൾക്ക് നിറപ്പകിട്ടേകാൻ എത്തിച്ചേരുന്നത്. സാമന്തിയും തമിഴകത്തിന്റെ പുതിയ തരംഗം എമി ജാക്സനുമാണ് ചിത്രത്തിലെ നായികമാർ. GV പ്രകാശിന്റെ ഇണത്തിൽ ചെല്ലക്കുട്ടി എന്ന് തുടങ്ങുന്ന ഗാനം പാടുകയും ചെയ്തു ഈ ചിത്രത്തിനായി വിജയ്. ആൻഡ്രിയക്കൊപ്പം തുപ്പാക്കിയിലെ ഗൂഗിൾ ഗൂഗിൾ എന്ന ഗാനം പാടിത്തകർത്ത വിജയ് തെറിയിലും ഏറെ കസറിയെന്നാണ് വാർത്ത. പ്രശസ്ത ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ കലൗയൻ ബോണിഷ്റോഫാണ് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രഭു, രാധിക, ശരത് കുമാർ തുടങ്ങിയ താരനിരയും ചിത്രത്തിലുണ്ട്. ന്യൂസ്